ഹായ് ഹലോ ചിക്കി കുഡ്വേളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അട ഉണ്ടാക്കാനായിട്ടാണ്. അപ്പം ചക്ക വെച്ചിട്ടുള്ളൊരു അടയാണ്. അപ്പം ചക്കയില്ലാത്ത സമയത്ത് നമ്മൾ ചക്ക വെച്ചിട്ട് എങ്ങനെ അട ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണാമേ. അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടി, ഏലക്ക, ജീരകം, പിന്നെ തേങ്ങ ചിരവിയത്, ശർക്കരപ്പാനി, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസായ ചക്ക ഞാൻ വരട്ടി കുപ്പിയിലാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ സ്വന്തമായിട്ട് നിർബന്ധിച്ചെടുത്തതാണ്. അപ്പം ചക്കയുള്ള സമയത്ത് നമ്മൾ പഴുത്ത ചക്ക കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസ് ഞാൻ ഇനി ചക്ക ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഏലക്ക പൊളിച്ചെടുത്തിട്ട് ഇതിൻ്റെ കുരു എടുത്തിട്ട് ഇതെല്ലാം കൂടി പഞ്ചസാര കൂട്ടിയിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഇത് പൊടിച്ചെടുത്തിട്ട് നമുക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ചക്ക വരട്ടി വെച്ചത് ഈ വഴനയിലേക്കകത്താണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ശേഷം നമ്മൾ ചക്ക വരട്ടി വെച്ചത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. അപ്പം നമുക്ക് ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. ഇത് ഇപ്പം ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് ചക്കയുടെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇത് ചക്ക വരട്ടി വെച്ചാൽ അപ്പം അതും അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശകലം ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പം ശർക്കരപ്പാനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ കൊണ്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പം കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ഈ തുരുമ്പ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ആവശ്യാർത്ഥം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാവേ. നല്ലപോലെ കുഴച്ച് എടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത്. അപ്പം ഈ ഇല എടുത്തിട്ട് നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുമ്പിൾ കുത്തി അത് ഞാൻ ആദ്യം എടുത്ത് തിരിഞ്ഞു പോയേ. അപ്പം അതഴിച്ചിട്ട് തിരിച്ചു കുത്തി അങ്ങനെ കേട്ടോ കുമ്പിൾ കുത്തുന്നത്. അപ്പോൾ കുമ്പിൾ കുത്തി അതിനകത്തേക്ക് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ഇലയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു ഉരുള എടുത്തിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് അതിൻ്റെ തുമ്പെടുത്തിനകത്ത് വെച്ചു. അപ്പോൾ കുമ്പിളും റെഡി. കുമ്പിളപ്പം എന്നാ പറയുന്നത് അതിനകത്തേക്ക് വെച്ചു. അപ്പോൾ അങ്ങനെ എല്ലാം അങ്ങനെ റെഡിയാക്കി എടുക്കാമേ. പിന്നെ അങ്ങനെ എടുത്തിട്ട് കുമ്പിൾ കുത്തി അതിലേക്ക് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ളതും കൂടി അതുപോലെ ആക്കി ഉണ്ട്. എല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇതിനി ഇവിടെ ഇരുന്ന് കുക്കാവട്ടെ കേട്ടോ. ഇത് നമുക്ക് ഇനി അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് കൊടുത്ത് വേകുന്നവരെ ഒന്ന് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. അത് കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊന്ന് കഴിച്ചു. ഇത് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ തിന്നാനാട്ടോ ഇത് നല്ല ടേസ്റ്റി ആവുന്ന. ഇരിക്കുന്നതോറും അതിൻ്റെ സ്വാദ് കൂടും. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ കട്ടൻ ചായയും കുമ്പിളപ്പവും നമ്മൾ കഴിച്ച് വെക്കണം. അപ്പം ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പം അതിൻ്റെ ചാടിപ്പോയി. അപ്പം ആദ്യം നിങ്ങൾക്ക് അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പച്ചച്ചക്കയാണെങ്കിലും നമുക്കത് ചെയ്യാം. അപ്പോൾ കടിച്ച് നല്ല മധുരവും നല്ല ആ ഏലക്കയുടെയും ജീരകത്തിൻ്റെ അതിനും പുറമെ അതിൻ്റെ മണം വരുന്ന വഴനയുടെ പിന്നെ ഗന്ധമാണ്.
മണമാണ് കേട്ടോ. ആ ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ മുന്നിലേക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, താങ്ക് യു, ബൈ ബൈ.